മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 12-13 വചനങ്ങളിൽ ഈശോ ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറഞ്ഞുവിടുന്ന ഒരു വചനമാണ്. ശ്രദ്ധേയമാണ് ഇത്. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങട്ടെ. സമാധാനം അപ്പം അങ്ങനെ ഉണ്ടോ? ഈശോയുടെ സമാധാനം സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ഭവനം, ഇനി സമാധാനം സ്വീകരിക്കാൻ മേലാത്ത ഒരു കുടുംബം, അതെന്താണ് അങ്ങനെ? പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. ഈശോയുടെ സമാധാനം സ്വീകരിക്കാനായിട്ട് യോഗ്യത ഉള്ളവരും യോഗ്യത ഇല്ലാത്തവരും. കാരണം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ്. നീതിമാന്മാർക്കും വിശുദ്ധർക്കും വേണ്ടിയാണോ? അല്ല. ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ആശംസിക്കുന്ന സമാധാനം അർഹതയില്ലാത്തതാണെങ്കിൽ നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ എന്നൊക്കെ കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഇന്ന് കുറേയേറെ കുടുംബങ്ങൾ നല്ല വിശുദ്ധിയുടെ പരിമളം പരത്തുന്ന സമാധാനം നിറഞ്ഞ കൃപ നിറഞ്ഞ ജീവിതങ്ങളായിട്ട് മാറുന്നുണ്ട്, ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ കുടുംബങ്ങളിൽ ഒത്തിരി സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് ആ മുഖത്ത് കാണാൻ പറ്റും. മറ്റു ചിലരൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് ഇരിക്കുന്ന ചില മുഖങ്ങളെ കാണാനുണ്ട്. അതെന്താണ് കാരണം? പലരും വന്ന് പറയാറുണ്ട്, അച്ഛാ ഒരു സമാധാനം ഇല്ല, എല്ലാം അസമാധാനം, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, ആകെ പ്രശ്നങ്ങളാണ്, പ്രശ്നം മാത്രമേ ഉള്ളൂ. അവരുടെ മുഖത്ത് തന്നെ ആ ദയനീയതകളും അസ്വസ്ഥഭാവങ്ങളും ഒക്കെ ഇങ്ങനെ നിഴലിച്ച് കാണാൻ പറ്റും. അപ്പം എന്താണ് നമ്മൾ ഇതിലൂടെ തിരിച്ചറിയേണ്ടതായ ഒരു സത്യം? ചില കുടുംബങ്ങൾ നല്ല സന്തോഷത്തിൽ സമാധാനത്തിൽ ജീവിക്കുന്നുണ്ട്, ഇല്ലേ? എത്ര കുടുംബങ്ങളുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ചില കുടുംബങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണു നിറയും. ഈ ദമ്പതികളും മക്കളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർ പറയും, അച്ഛാ കൊച്ചു കൊച്ചു പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, കാരണം ഞങ്ങൾ വലിയ സമാധാനത്തിൽ സന്തോഷത്തിലാണ് വസിക്കുന്നത്. ഈ മക്കളൊക്കെ ആണെങ്കിലും നല്ല മക്കളാച്ച. പരസ്പരം അവർ പറയും, എന്തായാലും എൻ്റെ പങ്കാളി എന്നെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളാച്ച, ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്തൊരു സന്തോഷം. ഇത് കേൾക്കുമ്പോൾ വലിയ സമാധാനമാണ് നമുക്ക് തന്നെ, കേൾക്കുന്നവർക്ക് തന്നെ. ചില കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക നെഗറ്റീവ് എനർജിയാണ്. അങ്ങനെ ഉണ്ടാകാറില്ലേ? ഒരുപാട് അസ്വസ്ഥതകൾ, അസമാധാനം, ഭിന്നത, കലഹം, അനുസരണക്കേട്, താന്തോന്നിത്തം, മക്കളുടെ ജീവിതങ്ങൾ ഇങ്ങനെ വഴിതെറ്റി പോകുന്ന അവസ്ഥകൾ, ഒരുപാട് സങ്കടങ്ങൾ മാതാപിതാക്കൾ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ ഫോൺ വിളിച്ചും നേരിട്ടുമൊക്കെ ഇങ്ങനെ കണ്ണീരോടെ മക്കളുടെ ജീവിതങ്ങളെ ഓർത്തുള്ള വേദനകൾ പങ്കിടുന്ന മാതാപിതാക്കളുണ്ട്. എനിക്കറിയാം, ഒത്തിരി ആഗ്രഹത്തോടെ കൃപയോടെ മക്കളെ വളർത്താൻ ആഗ്രഹിച്ചിട്ട് മക്കൾ വഴിതെറ്റിപ്പോയുള്ള സങ്കടം കൊണ്ട് ഇങ്ങനെ ഏങ്ങി ഏങ്ങി കരയാണ്, വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട്. ചിലപ്പോഴൊക്കെ ഫോണിൽ സംസാരിക്കുമ്പോൾ ഞാൻ പറയും, സാരമില്ല, പ്രാർത്ഥിക്കാം, ദൈവം അതിനകത്ത് ഇടപെടും എന്നൊക്കെ പറഞ്ഞ് അവരെ സമാശ്വസിപ്പിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, സമാധാനത്തിൽ വസിക്കുന്ന കുടുംബത്തിൻ്റെ ഒരവസ്ഥകൾ ഇങ്ങനെ ഹൃദയത്തിൻ്റെ നിറവിൽ വലിയൊരു സന്തോഷം, അവർ കണ്ടെത്തുന്നവർക്കൊക്കെ സന്തോഷം, ഇല്ലേ? അവർ പറയുന്ന ഓരോ വാക്കുകളിൽ നമുക്ക് എന്തൊരു സന്തോഷമാണ്. കാരണം അവർ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അവർ കാണുന്ന ചുറ്റുപാടുകൾ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടിയാണ്. അസ്വസ്ഥതയും അസമാധാനവും നിറഞ്ഞ ഓരോ കുടുംബത്തിലുള്ളവർ മറ്റോരോ കാര്യങ്ങളെ വീക്ഷിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മൈൻഡോട് കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇടപെടുന്ന ഓരോരുത്തരിലേക്കും ഒരു നെഗറ്റീവ് എനർജി കൈമാറാൻ മാത്രം പര്യാപ്തമായിട്ട് തീരും ഇതുപോലെ അസമാധാനത്തിലും അസ്വസ്ഥതയിലും വസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന്, ഇല്ലേ? അപ്പം നമ്മളൊക്കെ എന്താ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെയൊക്കെ കുടുംബങ്ങൾ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമായിട്ട് രൂപാന്തരപ്പെടണം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ആഗ്രഹിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലൂക്കയുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അപ്പൊ ശ്രദ്ധിച്ച്, ആർക്കാണ് സമാധാനം? അതെ, ദൈവ കൃപ നിറഞ്ഞവർക്ക് സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാണ് ദൈവകൃപ നിറഞ്ഞ ജീവിതങ്ങള്? പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചു, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തി. കൃപ എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം അതിൻ്റെ 338 നിർവചിക്കുക,
ദൈവത്തിൻ്റെ സൗജന്യവും സ്നേഹപൂർവവുമായ ദാനമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1997 പറഞ്ഞു വെക്കുക, കൃപാദാനം എന്നത് ദൈവിക ജീവനിൽ ഉള്ള ഒരു പങ്കാളിത്തമാണ്. ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് അത് നമ്മളെ വളർത്തുന്നു. ഈ ലോകത്തിൽ നിന്ന് ഒരു വ്യക്തി കണ്ടെത്തുന്ന കൃപയുടെ നിറവിനെയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക. അത് ത്രിത്വൈക ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ വളർത്തുന്നു. അപ്പോൾ എന്താണ് കൃപ കണ്ടെത്തിയ ജീവിതം എന്ന് പറയുന്നത്? ഈ ലോകത്തിൽ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ഒരു ഉറ്റ സൗഹൃദത്തിലേക്ക് വരിക, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, തികച്ചും വ്യക്തിപരമായി ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. ഈ ലോകത്തിൽ വെച്ച് ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ഒരു വ്യക്തി വളർത്തുക എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തി കൃപ കണ്ടെത്തിയ ഒരു ജീവിതമായിട്ട് മാറുന്നതിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ മരണം എന്ന് പറയുന്നത് ഒരവസാനമല്ല, മറിച്ച് ഒരു തുടർച്ചയാണ്. എന്തിൻ്റെ? ഈ ലോക ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നുള്ള ഒരു ജീവിതം ഉണ്ട്. അത് ഇതിലൂടെ ഇങ്ങനെ തുടരുക. ഈ ലോകത്തിൽ കൃപയുടെ ജീവിതം നയിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ത്രിയേക ദൈവമായിട്ടുള്ള ഐക്യത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു ജീവിതം ഈ ലോക ജീവിതത്തിന് ശേഷം വീണ്ടും അതേ ഐക്യത്തിൽ നിലനിൽക്കുകയാണ്. അതിന് പറയുന്ന പേരെന്താണ്? നിത്യജീവൻ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. തിരിച്ചറിവോടെ പറ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അപ്പോ എന്താണ് ഒരു കുടുംബത്തിൽ നിത്യജീവനെ ലക്ഷ്യമാക്കി ജീവിക്കുക, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു ജീവിതം എന്താണ്? അത് ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ഒരു കുടുംബം പോകണം. അവിടെ എന്തൊക്കെ വേണം? ആ കുടുംബത്തിൽ ദമ്പതികളും മക്കളും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ശരിയാണോ? പരിശുദ്ധ പിതാവ് തൻ്റെ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എവിടെയാണോ ദമ്പതികൾ തമ്മിലുള്ള കൂട്ടായ്മ, എവിടെയാണോ അതുവഴിയുള്ള പങ്കുവയ്ക്കൽ ഉണ്ടാകുന്നത്, അതുവഴിയുള്ള ദാനം ഉണ്ടാകുന്നത്, അവിടെ ത്രിത്വൈക ദൈവത്തിന് ഇടമുണ്ട്. അതൊരു ദേവാലയമാണ്. അപ്പൊ നോക്കിക്കേ, ഒരു കുടുംബം ദേവാലയമായിട്ട് രൂപാന്തരപ്പെടുന്ന അനുഭവത്തിൽ എന്തുണ്ട്? അതൊരു കൃപയുടെ ജീവിതമായിട്ട് മാറുന്നുണ്ട്. അവിടെ ദൈവത്തിന് സാന്നിധ്യമുണ്ട്. അവിടെ എന്തുണ്ട്? അവിടെ സമാധാനമുണ്ട്. ദമ്പതികള് പരസ്പരം വിമർശനത്തിന്റെ ശരങ്ങൾ തൊടുത്തുവിട്ട് പരസ്പരം കുറ്റപ്പെടുത്തി അസ്വസ്ഥ ജനിപ്പിച്ച് ജീവിക്കുമ്പോൾ അവിടെ സന്തോഷമുണ്ടോ? അവിടെ സമാധാനം ഉണ്ടോ? എന്താണ് ഇതിന് പിന്നിലുള്ള കാരണം? അവിടെ കൃപയില്ല. മക്കള് താന്തോന്നത്തിന്റെ ഒരു ജീവിതം നയിച്ച് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ഇനി മുമ്പോട്ട് പോകും, എനിക്ക് സ്വയം പര്യാപ്തതയൊക്കെ ആയി എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കൃപയുടെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയി. സംഭവിക്കുന്ന എന്താണ്? സമാധാനം, സന്തോഷം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണല്ലോ നിയന്ത്രിക്കാനാകാത്ത കോപം, അസ്വസ്ഥത, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നു, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, എല്ലായിടത്തും അസമാധാനം, അസ്വസ്ഥത വിതയ്ക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുന്ന കാരണം എന്താണ്? മറ്റൊന്നുമല്ല, കൃപ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് നഷ്ടപ്പെട്ടു? അതോടുകൂടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ ദൈവവചനത്തിന്റെ അർത്ഥം നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആ ജീവിതം എന്താണ്? ആ ജീവിതമാണ് കൃപ നിറഞ്ഞ ജീവിതം. അവിടെയാണ് എന്തുള്ളത്? അവിടെയാണ് സമാധാനമുള്ളത്. തിരിച്ചറിവോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ എന്താണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം? നീ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. അത് അർഹതയുള്ളതാണെങ്കിൽ ആ സമാധാനം അതിൽ വസിക്കട്ടെ. എന്താണ് ഈ അർഹത? അതിന് വേറെ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കേണ്ടതില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതമാക്കി ആ കുടുംബത്തെ മാറ്റിയാൽ അവിടെ സമാധാനം നിലനിൽക്കും. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ സമാധാനത്തെ കണ്ടെത്തിയ കുടുംബങ്ങളുണ്ട്. നമ്മൾ ഈ നിമിഷം ചിന്തിക്കണം. പ്രിയപ്പെട്ട വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഓർക്കണം, എൻ്റെ കുടുംബത്തിൽ ഈ ദൈവത്തെ മഹത്വപ്പെടുന്ന പ്രവൃത്തികളാണോ ഞാൻ മുമ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? കുറേ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ചുണ്ടാക്കി പലിശയുടെ പലിശയും കൂട്ടുപലിശ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കുറേ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ച് ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, മറിച്ച് അസമാധാനം. സത്യം പറഞ്ഞ അസമാധാനം ഇല്ലേ? ഇതൊക്കെ ആരും അടിച്ചുകൊണ്ട് പോവോ? ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും ഞാൻ തട്ടിപ്പോവോ? എന്താണേലും പേടിയാ. ബാങ്കിൽ ഇട്ടാലും പേടിയാ, വീട്ടിലിരുന്നാലും പേടിയാ. ചിന്തിച്ചു നോക്കണേ. സമാധാനം ഉണ്ടോ ആ ജീവിതത്തിൽ? സന്തോഷമുണ്ടോ? ഇല്ല. പ്രിയപ്പെട്ടവർ ഓർത്തോണം കേട്ടോ, പൈസ ഉള്ളവർക്ക് മുഴുവൻ സമാധാനത്തിലാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയൊന്നും പാവപ്പെട്ട മക്കൾക്ക് ഉണ്ടാകരുത്. മറിച്ച്
നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്നെങ്കിൽ അവൻ സമാധാനമാണ്, അവൻ സന്തോഷം. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കും എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥമാണോ നമ്മൾ ഓർക്കണം. അവനെ കണ്ടെത്തി അവനോട് ചേർന്ന് സമ്പാദിക്കുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറിയാൽ, നമ്മുടെ കുടുംബങ്ങൾ മാറിയാൽ, പ്രിയപ്പെട്ടവരെ, സമാധാനം കണ്ടെത്തുന്ന, സന്തോഷം കണ്ടെത്തുന്ന ജീവിതമായിട്ട് മാറും. അതില്ലാതെ അവനെ കണ്ടെത്താതെ ജീവിതത്തിൽ എന്തൊക്കെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ, കോടികൾ ആസ്തിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു നേട്ടമല്ല എന്ന് തിരിച്ചറിയണം, മറിച്ച് അതൊരു നഷ്ടമാണെന്ന് തിരിച്ചറിയണം. അവിടാണ് പൗലോസ്ലീഹയുടെ വാക്കുകളൊക്കെ നമ്മൾ ഓർക്കേണ്ടത്. അവനെ കണ്ടെത്തിയപ്പോ എന്റെ ജീവിതത്തിൽ മറ്റെല്ലാം ഉച്ഛിഷ്ടമായിട്ട് ഞാൻ കണക്കാക്കി. ഇതെന്താണ്? അവനെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് തിരിച്ചറിയുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും സമാധാനം നിറഞ്ഞ അവസ്ഥ എന്ന് പറയുന്നത്. അത് അവിടെയാണ് ഈശോ പഠിപ്പിച്ച രത്നത്തിൻ്റെയും നിധിയുള്ള സ്ഥലത്തിൻ്റെയും ഒക്കെ ഉപമയുടെ ആഴവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കുക. സ്വർഗരാജ്യത്തെ കണ്ടെത്തുന്ന ഒരു വ്യക്തി എങ്ങനെയാണ്? അവന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതൊക്കെ നിസ്സാരമായിട്ട് കരുതാൻ പറ്റുക? പൗലോസ്ലീഹയെ പോലെ ഇതൊക്കെ നിസ്സാരമാണെന്ന് കരുതാൻ പറ്റുന്ന എപ്പോഴാ പ്രിയപ്പെട്ടവര്? നമ്മുടെ ജീവിതത്തിൽ ഈ സന്തോഷം നിറയുമ്പോഴാ, നമ്മുടെ ജീവിതത്തിൽ ഈ യഥാർത്ഥ സമ്പത്തിനെ കണ്ടെത്തുമ്പോഴാ, അതുവഴിയുള്ള സന്തോഷം ഹൃദയങ്ങളിൽ നിറയുമ്പോൾ മാത്രമാണ് എൻ്റെ ഉള്ളിൽ സമാധാനം ഉണ്ടാവുക. കാരണം മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഞാൻ ആരെ കണ്ടെത്തി? യഥാർത്ഥ സമാധാനത്തെ കണ്ടെത്തി. മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഞാൻ ആരെ കണ്ടെത്തി? എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടെത്തി. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന അഗസ്തീനോസ് അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തെ അദ്ദേഹം വിവരിക്കുന്നുണ്ടല്ലോ. ഓ നിത്യനൂതന സത്യമേ, എത്ര വൈകി ഞാൻ നിന്നെ അറിയാൻ. ഹല്ലേലൂയ. വിശുദ്ധാത്മാക്കളൊക്കെ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൽ മറ്റോരോ കാര്യങ്ങളെ നിഷ്ഫലമായിട്ട് കരുതാൻ മാത്രം ശക്തിയുള്ളവരായിട്ട് മാറിയത്? മറ്റൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ യേശുക്രിസ്തു എന്ന സമാധാനം, യേശുക്രിസ്തു എന്ന സന്തോഷം കണ്ടെത്തിയപ്പോൾ അതിന് താഴെ കിടക്കുന്ന മറ്റൊന്നും എന്ന തിരിച്ചറിവ് അവരുടെ ഉള്ളിൽ ആഴപ്പെടാനായിട്ട് പര്യാപ്തമായിട്ട് തീർന്നു. നമുക്ക് എന്താണ് സമാധാനം ഇല്ലാതെ പോകുന്നത്? മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ ഇതുവരെ എത്ര കണ്ട് വിശ്വാസത്തോടെ സ്വീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്കണ്ടേ, എൻ്റെ കുടുംബം അവൻ്റെ സമാധാനം നിലനിൽക്കാൻ പറ്റുന്ന കുടുംബമാണോ? അതോ ആശംസിക്കുന്ന സമാധാനമൊക്കെ മടങ്ങിപ്പോവോ? ഓരോ ദേവാലയത്തിലെയും പരിശുദ്ധമായ കൂദാശകൾ പരികർമ്മം ചെയ്യുമ്പോൾ, പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വൈദികനും പലതവണ ആശംസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സമാധാനം, സമാധാനം നിങ്ങളോട് കൂടെ, ഇങ്ങനെയൊക്കെ ആശംസിക്കുന്നുണ്ട്. ഈശോ ആശംസിച്ചതാണ് അവിടുത്തെ ഉത്ഥാനത്തിന് ശേഷം നിങ്ങൾക്ക് സമാധാനം. യെശയ്യാ മുൻപേ പ്രവചിച്ചു വെച്ചു, അവൻ സമാധാന രാജാവ് എന്ന് വിളിക്കപ്പെടും. അവൻ പിറവിയെടുത്തപ്പോൾ ഈ ലോകത്തിലേക്ക് സമാധാനത്തിൻ്റെ സ്നേഹദൂതുമായിട്ടാണ് കടന്നു വന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ ഈശോ പറഞ്ഞു വെക്കുക, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ലോകം നൽകുന്നത് പോലെ അല്ല ഈ സമാധാനം. ശ്രദ്ധിച്ചോണം, ലോകം നൽകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സമാധാനം. ലോകം നൽകുന്ന സമാധാനം എന്തിൻ്റെ ആയിരിക്കും? നിനക്ക് പണം ഉണ്ടായാൽ സമാധാനമായി, നിനക്ക് ആ ജോലി കിട്ടിയാൽ സമാധാനമായില്ലേ, നിനക്ക് അവളെ കിട്ടിയാൽ അവനെ കിട്ടിയാൽ സമാധാനമായില്ലേ? ഇതിലൊക്കെ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമമുണ്ട് കേട്ടോ. എന്താ വെച്ചാ എനിക്കൊരു സമാധാനം ഇല്ല. എന്നെ പറ്റി നമ്മളെ, എൻ്റെ അച്ഛാ ഞാൻ അവനെ സ്നേഹിച്ചിട്ട് ഇപ്പോൾ അപ്പനും അമ്മയൊക്കെ എതിർപ്പാ, അവനെ കിട്ടുമെന്ന് അറിയത്തില്ല, സമാധാനം ഇല്ല കേട്ടോ. എന്തൊരവസ്ഥയാണെന്ന് ചിന്തിച്ചു നോക്കി. അതിനുവേണ്ടി സമാധാനം നഷ്ടപ്പെടുത്തി ഇങ്ങനെ ജീവിക്കുക. ഈ നാളുകളിൽ ഒരു കുടുംബത്തിൽ സമാധാനം കണ്ടെത്താൻ പറ്റത്തില്ലാതെ വേറെ ഓരോന്ന് അന്വേഷിച്ച് പോകുന്നവർ ഒരുപാടാ. ഒരു വാരിയിൽ കണ്ടെത്തിയതാ, അത് പോരാ, വേറെ എവിടെയും കണ്ടൊക്കെ വാരിയിൽ കിടക്കുന്നുണ്ടെന്ന് അന്വേഷിച്ച് ഇത് തൃപ്തിയാകാതെ ഇങ്ങനെ നടക്കുക. എന്ത് ദയനീയം! അവന് സമാധാനം ഉണ്ടാവുമോ? ഇല്ല. സ്നേഹത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, സ്നേഹത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 16:33 ഈശോ വീണ്ടും ഓർമ്മിപ്പിച്ച് വെക്കുന്നുണ്ട്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. കണ്ടോ, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ ആരിൽ സമാധാനം കണ്ടെത്തണം? യേശുക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തണം. അവൻ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എന്നിൽ ഈ സമാധാനം കണ്ടെത്താൻ പറ്റും. ഉണർവോടെ പറ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അവനിൽ സമാധാനം കണ്ടെത്തേണ്ട ജീവിതമാണ്. അവൻ സമാധാനമാണ്. ഈ ലോകത്തിലേക്ക് സമാധാനത്തിൻ്റെ ദൂത് പകർന്നവനാണ് അവൻ. അന്ന് അവർ ചിന്തിച്ചു വിട്ടത് അങ്ങനെയൊന്നുമല്ല കേട്ടോ, മറിച്ച് ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ വന്നിരിക്കുന്നവനാണ്. ഇപ്പോൾ അവൻ ഈ ദേശത്തൊക്കെ പിടിച്ചടക്കാൻ പോവാണ്. അതുകൊണ്ട് അവനെ അനുഗമിച്ചവർ കുറേ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവൻ സമാധാന രാജാവ്. എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ്റെ സ്നേഹം നിറയണം, അവൻ്റെ സമാധാനം നിറയണം. നമ്മൾ അവിടുത്തെ തിരുപ്പിറവിക്ക് ഒരുങ്ങുന്ന നാളുകളാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കണം, എന്തുകൊണ്ടാണ് സമാധാനം കിട്ടാത്തത്? നമ്മളൊക്കെ എപ്പോഴും പറഞ്ഞു വെക്കാറില്ലേ, ഈശോ നമ്മുടെ ഉള്ളിൽ ജനിക്കണം.
പ്രിയപ്പെട്ടവരെ, ഉള്ളിലുണ്ടാകേണ്ടത് മറ്റൊന്നുമല്ല, അവനെ മഹത്വപ്പെടുത്തുന്ന ഒരു മനോഭാവമാണ്. അതുണ്ടെങ്കിൽ എൻ്റെ ജീവിതം കൃപയുടെ ജീവിതമാണ്. ഈ കൃപയുടെ ജീവിതത്തിൽ അവനുണ്ട്. അതെൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും. അതുകൊണ്ട് അവനെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഒന്നേ നമുക്ക് ആവശ്യമുള്ളൂ: അവനെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നയിക്കുക. അത് എൻ്റെ വ്യക്തി ജീവിതത്തിലും അതെ, എൻ്റെ കുടുംബത്തിലും അതെ. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ കാപട്യത്തിൻ്റെ വിളിച്ചറിയിക്കേണ്ട ജീവിതമൊന്നും അല്ല കേട്ടോ, മറിച്ച് നന്മയുടെ സ്നേഹത്തിൻ്റെ ജീവിതമാണ്. അത് നയിക്കാൻ നല്ല തീരുമാനം ഇന്നെടുക്കണം. എന്നിട്ട് സമാധാനത്തിൽ കഴിയണം. ഇവിടെ സമാധാനം ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചോണം: കർത്താവേ, അങ്ങ് എൻ്റെ ഉള്ളിൽ വന്ന അവിടുത്തെ സമാധാനം കൊണ്ട് എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ. കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്ന പ്രവൃത്തികളാൽ ഞാൻ സമാധാനം കണ്ടെത്തുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. അങ്ങ് തന്നിട്ട് പോയ സമാധാനത്തെ നിരന്തരം ജ്വലിപ്പിക്കുവാൻ എൻ്റെ ജീവിതത്തെ പര്യാപ്തമാക്കണമേ. ഈ പ്രാർത്ഥനയോടുകൂടെ അവൻ്റെ സ്നേഹത്താൽ നിറയാൻ നമുക്ക് അവനെ ആരാധിക്കാം, നമുക്ക് അവിടുത്തെ സ്നേഹിക്കാം, അവിടുത്തെ ശക്തി കൊണ്ട് നിറയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ.